കിടിലൻ ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും. ഓഫറുകളുടെ വിസ്മയമൊരുക്കി ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ, വണ്ടൂർ ആൻഡ് പൂക്കോട്ടുംപാടം. മഴയോടൊപ്പം എത്തിയ കാറ്റിൽ അമരമ്പലം പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ നിരവധി കാർഷിക വിളകൾ നശിച്ചു. ടി കെ കോളനി ആന്റണിക്കാട്ടിൽ 1200ഓളം വാഴകൾ നിലംപൊത്തി. ടി കെ കോളനി പ്രദേശത്താണ് കൂടുതൽ കാർഷിക വിളകൾ നശിച്ചിട്ടുള്ളത്. ഇതിലധികവും വാഴകളാണ്. ടി കെ കോളനിയിലെ കുന്നത്തൊടി സബ്രത്തിന്റേതാണ് നിലംപൊത്തിയ 1200 നേന്ത്രവാഴകൾ. കുലയ്ക്കുകയും വിളവെടുക്കാൻ ഏതാനും മാസങ്ങൾ മാത്രം ശേഷിക്കവെയാണ് വ്യാപക നാശം സംഭവിച്ചത്. ഇദ്ദേഹം 2300 വാഴകളാണ് കൃഷി ചെയ്തിരുന്നത്. പകുതിയിലധികം വാഴകളും നശിച്ചുപോയി. 8 ലക്ഷം രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് സബ്രത്ത് പറഞ്ഞു. 2300 വാഴയാണ്. ഈ 2300 വാഴയിൽ 1200 വാഴയോളം നമുക്ക് കാറ്റടിച്ച് പോയിട്ടുണ്ട്. നമുക്ക് നഷ്ടം എന്ന് പറയുന്നത് 8 ലക്ഷം 9 ലക്ഷം രൂപേൻ്റെ നഷ്ടം ഇപ്പം ഉണ്ട് ഇവിടെ. അത് നമുക്ക് ഇൻഷൂർ ചെയ്തിട്ടുണ്ട്. അത് കിട്ടുക എന്ന് പറഞ്ഞാൽ 1 കൊല്ലം 2 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടാറുള്ളത്. ഇനി വാഴ വെച്ച് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു പെട്ടെന്ന് ഇൻഷൂർ കിട്ടണം. ആ ഒരു കണ്ടീഷനാണ് ഉള്ളത്. അല്ലെങ്കിൽ കൃഷി നിർത്തേണ്ട അവസ്ഥയാണ്. വിള ഇൻഷുറൻസ് ചെയ്തതുകൊണ്ട് തന്നെ നഷ്ടപരിഹാരം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഈ കർഷകൻ. വന്യമൃഗശല്യത്തിൽ നിന്ന് സംരക്ഷണം നൽകി ലക്ഷങ്ങൾ മുടക്കി പരിപാലിച്ച കൃഷി നഷ്ടപ്പെടുത്തലിലൂടെ ലക്ഷങ്ങളുടെ ബാധ്യതയാണ് കർഷകർക്കുണ്ടായത്. അതിനാൽ കർഷകർക്ക് നഷ്ടപരിഹാരം വേഗത്തിൽ ലഭ്യമാക്കുവാനുള്ള നടപടിയെടുക്കണമെന്ന് വാർഡ് മെമ്പർ വി കെ ബാലസുബ്രഹ്മണ്യൻ പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ വേനൽ മഴയിലും കാറ്റിലും നമ്മുടെ ആന്റണിക്കാട് ഭാഗത്ത് കൃഷി ചെയ്തിരുന്ന സബറത്ത് എന്ന കർഷകന്റെ 2300 വാഴയിൽ ഏകദേശം 1200-1300ഓളം വാഴകൾ കാറ്റടിച്ച് നശിച്ചിട്ടുണ്ട്. ഏറിയാൽ 1 മാസം കഴിഞ്ഞാൽ വെട്ടാവുന്ന വാഴക്കുലകളാണ്. നല്ല കുലയാണ്. ഒരു 12-15 കിലോ ഒരു ആവറേജ് കുല വരുന്നതാണ്. ഈ വന്യമൃഗങ്ങളുടെ ഇടയിൽ നിന്നും ഇത്തരത്തിലുള്ള കർഷകർ ബുദ്ധിമുട്ടിയിട്ടാണ് അവരിൽ നിന്നൊക്കെ രക്ഷത ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ വാഴ കൃഷി നടത്തുന്നത്. ഏകദേശം വെട്ടാറായ വാഴയാണ്. അപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ ഇൻഷൂർ പദ്ധതിയിൽ അദ്ദേഹം ചേർന്നിട്ടുണ്ട് കൃഷിവകുപ്പുമായിട്ട്. കൃഷിവകുപ്പിലുള്ള ഇൻഷൂർ പദ്ധതി എന്ന് പറഞ്ഞാൽ പൈസ കിട്ടാൻ ഒരുപാട് കാലതാമസം വരാറുണ്ട്. അത് വരാതെ എത്രയും പെട്ടെന്ന് ഈ കർഷകർക്ക് ആവശ്യമായ സഹായങ്ങൾ അവർ അടച്ച പൈസയാണ് അതിൻ്റെ ഇൻഷൂർ തുക അനുവദിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കർഷകരെ സഹായിക്കണമെന്നാണ് വാർഡ് മെമ്പർ. കാർഷിക വിളകളുടെ നാശനഷ്ടം സംഭവിച്ച സ്ഥലങ്ങളിൽ അമരമ്പലം കൃഷി ഓഫീസർ എം ഷിഹാദ്, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എന്നിവർ സന്ദർശനം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കി. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.